ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റി സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ജലജയുടെ അവിഹിത കഥകൾ ഓരോന്നായിട്ട് നയന ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് പറയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ജലജ പുതിയ മുഖത്തോട് കൂടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ദേ എനിക്ക് വിവാഹമോചനം കിട്ടി, ഇനി എൻ്റെ മകളായിട്ട് വിവാഹം നടത്താൻ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് കേൾക്കുന്ന മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി അനിയുടെ സമ്മതം വേണ്ടേ? അനി എറുത്തടിച്ച പോലെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവന്തികേന ഒരു അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതവൻ്റെ മുഖം മൂടിയാണ്, അവൻ ചുമ്മാ പറയാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അനിനെ നിർബന്ധിച്ച് വിവാഹം നടത്തിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. നമ്മളെല്ലാവരും പറഞ്ഞത് അവനനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനുസരിച്ച് അവൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയായെന്ന് കണ്ടതല്ലേ. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് എന്താണോ അതേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ജലജ പറഞ്ഞു, ഓഹോ, അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ച് ഒരുങ്ങിയിരിക്കുകയാണല്ലേ. അവൻ്റെ ഇഷ്ടം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് അവൻ്റെ ഇഷ്ടം. ആ നന്ദുവിനെ ആണെങ്കിലോ ആ നവീൻ വക്കീൽ വിവാഹം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ രണ്ട് വെള്ളത്തിലും കാലെടുത്തേക്കണത് അത്ര ശരിയൊന്നും അല്ല അച്ഛാ. അപ്പം എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയാവുമല്ലോ. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ ജീവിതം, ഇങ്ങനെ എൻ്റെ മക്കളുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയുന്നുണ്ട്, ജലജയം ഇപ്പൊ അനി വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ, വേറെ പയ്യന്മാർ ഈ നാട്ടിലില്ലേ. നല്ലൊരു രാജകുമാരനെ പോലത്തെ ഒരു പയ്യനെ എൻ്റെ മോൾക്ക് വേണ്ടി, അവന്തിക മോൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചോളാം. നീ അത് തല ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ജലജയെടുത്ത് മുത്തശ്ശൻ പറയാണ്. ജലജ പറയണ്ടേ, എൻ്റെ മക്കളുടെ ജീവിതമൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മൊട്ടയടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ. നേരെ പോണത് നമ്മുടെ നയനയുടെ അടുത്തേക്കാണ്. എടി നയനെ, നിന്റെ അനിയത്തേക്ക് നല്ലൊരു പ്രൊപ്പോസൽ അല്ലടി വന്നേക്കണം നവീൻ വക്കീലിന്. ആ നവീൻ വക്കീലിനെ വിവാഹം കഴിച്ചിട്ട് അവൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചൂടെ, എങ്കിൽ മാത്രമേ എൻ്റെ മോൾക്ക് അനിയനെ കിട്ടുള്ളൂ എന്ന് പറയാണ്. ഇത് കേൾക്കണം നയനെ പറയുന്നുണ്ട്, അതെ, എൻ്റെ പണി ബ്രോക്കർ പണിയല്ല. എൻ്റെ അമ്മക്കും ഇഷ്ടമോ അച്ഛനും ഇഷ്ടം എന്താണോ അതുപോലെ നടക്കും, അല്ലാതെ എനിക്കാരെയും പറഞ്ഞ് ഉപദേശിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും വയ്യ എന്ന് പറയാണ്. അവന്തിക്ക്, ദേ നിന്റെ അമ്മയടുത്ത് വായടച്ച് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. കുറച്ചു ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന ഉടനെ തന്നെ എൻ്റെ തലയിലേക്കാണ് കയറുന്നത്. അപ്പച്ചി, ഞാൻ അപ്പച്ചടുത്ത് മിണ്ടാൻ വേണ്ടി അങ്ങോട്ട് വന്നു ഇല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയുമ്പോഴേക്കും ജലജ പറയണ്ട്, അതേടി, ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നേന്നുമല്ല. എൻ്റെ മോളുടെ ജീവിതം നിങ്ങളെല്ലാവരും കൂടി പമ്പരം കറക്കണ പോലെ ഇരുന്ന് കറക്കിക്കൊണ്ടിരിക്കണത്. എൻ്റെ മോൾക്ക് ചോദിക്കാനും പറയും ആളില്ലെന്നാണോ നിൻ്റെയൊക്കെ വിചാരം? അപ്പച്ചി വലിയ ആളാവല്ലേ. അപ്പച്ചിനെ കുറിച്ച് കുറേ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. കഥകളോ? എന്ത് കഥകൾ എന്ന് പറയാണ്. ആ, കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോളുടെ മുമ്പിൽ പറയേണ്ട കാര്യമുണ്ടോ അപ്പച്ചി? പറഞ്ഞ അപ്പച്ചി തന്നെയായിരിക്കും നാണം കെടാൻ പോണത്. ആ നാഗേന്ദ്രനെയും എന്നെയും കുറിച്ചുള്ള കഥകളല്ലേടി. അയാളെ ചതിയന, അയാൾ ഇവിടുന്ന് പുറത്താക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ അയാളെക്കാളും ഏറ്റവും വലിയ ചതിച്ചി അപ്പച്ചിയല്ലേ. നീ എന്തരണ്ടാടി ഈ പറയണത്? കഥകളൊക്കെ എനിക്കറിയാം അപ്പച്ചി എന്ന് നയന് പറയാണ്. അപ്പച്ചിക്ക് 2 മക്കളല്ല 3 മക്കളല്ലേ ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ജലജയുടെ മുഖം അങ്ങ് മാറുവാട്ടോ. ഇത് കേൾക്കുന്ന അവന്തിക്ക്, 3 മക്കളോ? അമ്മക്ക് 2 മക്കളല്ലേ ഉള്ളൂ, ഞാനും അഭിയേട്ടനും. അത് നയന അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ജലജനെ നോക്കി പറയുന്നുണ്ട്, ആ ശരിയാ, എനിക്ക് കണക്ക് തെറ്റിപ്പോയതാ. 2 മക്കൾ അല്ലേ ജലജ അപ്പച്ചി? എനിക്ക് കണക്ക് തെറ്റിയതല്ലേ, 3 അല്ല 2 അല്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ നയന അകത്തേക്ക് കയറി പോവാട്ടോ. ഇത് കേൾക്കുന്ന ജലജ ആകെ വെട്ടി വീർക്കാട്ടോ. അവന്തിക ചോദിക്കണ്ട, അമ്മേ എന്തൊക്കെയാ അമ്മേ നയനെടുത്തി പറഞ്ഞിട്ട് പോയത്? 3 മക്കളെന്നോ? അവൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് ജലജ അകത്ത് കയറി പോകുന്നുണ്ട്. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ്, ഈശ്വര ഇവൾക്ക് ഈ കഥകളൊക്കെ എങ്ങനെ മനസ്സിലായി? എനിക്ക് 3 മക്കളെന്ന്. ഈശ്വര, ഈ ലോകത്ത് എനിക്ക് ആർക്കും അറിയാത്ത ഈ കഥകളൊക്കെ ഇവളോട് ഇത് ആരെയും പറയണത്? ഈശ്വര, എൻ്റെ കഥകളൊക്കെ അവൾ അറിഞ്ഞോ? ഇനി അത് വെച്ചിട്ടായിരിക്കും അവൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോണത്. ഓ, ഇനി അവളുടെ ആ ചേച്ചിയും കൂടി അറിഞ്ഞാൽ മതി, പിന്നെ എന്നിട്ട് അമ്മാനും ആടും. എന്നാലും ഇവളത്തെ ആരായിരിക്കും ഈ കഥ പറഞ്ഞിട്ടുണ്ടാവുക? ഇനി ഇവളും ആ നാഗേന്ദ്രനും തമ്മിൽ എന്തെങ്കിലും കൂട്ടുണ്ടാവോ? ഇനി നാഗേന്ദ്രൻ എന്താ ആയിരിക്കോ ഇവളത്തെ ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം എന്നാലോചിച്ച് ജലജക്കാകെ ടെൻഷൻ ആവാട്ടെ. ഈശ്വരാ, ഇനി ഇത് എൻ്റെ മക്കളോ ഈ വീട്ടിലുള്ളവരോ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും നാളും നല്ല മുഖത്തോടെ നടന്ന എൻ്റെ ഇപ്പോൾ വലിയൊരു മോശമായിട്ട് കാണില്ലേ? നാഗേന്ദ്രനെ നല്ലവനായിട്ടും കാണും. ഞാൻ പറഞ്ഞുണ്ടാക്കിയത് അയാൾക്ക് അവിഹിത കഥ ഉണ്ടാക്കിയിട്ടാണ് അയാൾ ഇവിടുന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കിയത്. അതും നുണക്കഥയാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനത്തെ ഒരു അവിഹിതം ഉണ്ടായിരുന്നത് എനിക്കായിരുന്നല്ലോ. അതെങ്ങനെ അവിഹിതം ഇല്ലാതിരിക്കും? സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന കാലത്തല്ലേ എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞിട്ടും എൻ്റെ സൗന്ദര്യത്തിന് ഒരു കുറവുണ്ടായില്ല. 2 പെറ്റിട്ടും എൻ്റെ സൗന്ദര്യത്തിന് ഒരു
ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആണുങ്ങളൊക്കെ ക്യൂ ആയിരുന്നില്ലേ. ആ, അന്നങ്ങനെ അബദ്ധമൊക്കെ പറ്റി. ഇനി എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ അവള് കണ്ടു കാണുമായിരിക്കോ? ഈശ്വര, ആ പയ്യനെങ്ങാനും ഇവളെ കണ്ണിലെങ്ങാനും പെട്ട് കാണോ? അയ്യോ, ഇനിയിപ്പോൾ ഒരു സമാധാനം ഇല്ലല്ലോ എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് നമ്മുടെ ജലജ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ വാതിക്കൽ നിന്ന് കാണുന്നുണ്ട് നയന. താനൊരു ഏറ് എറിഞ്ഞതാണ്, പക്ഷെ അതിൽ കൊണ്ടു. അപ്പോൾ നമ്മുടെ അപ്പച്ചി ഒളിക്കുന്ന എന്തോ ഒരു കാര്യം അവിഹിത ഗർഭം തന്നെ. എന്തായാലും ഇതൊക്കെ അവസാനം ഇങ്ങനെയല്ലേ വരുള്ളൂ എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അതുകൊണ്ടൊരു കള്ളം പറഞ്ഞതാണ്. അപ്പച്ചി അതിൽ വീണു. അപ്പം അതിലെന്തോ സത്യമുണ്ട്. എന്തായാലും ഇത് ആദർശേട്ടനോട് പറയാം എന്ന് വിചാരിക്കുകയാണ് നയന. ശേഷം ആദർശിൻ്റെ അടുത്തേക്ക് പോകണ്ട്. ആദർശേട്ടാ, അതെ, ഞാൻ ഇന്നൊരു ഏറെറിഞ്ഞ് നോക്കി നമ്മുടെ അപ്പച്ചിയുടെ മുമ്പിൽ. ഓഹോ, ആള് വന്നോ? വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പച്ചിക്ക് 2 മക്കളല്ലല്ലോ 3 മക്കളല്ലേ ഉള്ളേന്ന്. എന്നിട്ട് അത് കേട്ടപ്പോൾ നമ്മുടെ ജലജപ്പച്ചി ആകെ ഒന്ന് ഷോക്കായി. പിന്നെ ഒരു സമാധാനവും ഇല്ല. താനെന്താ 3 മക്കൾ എന്ന് പറഞ്ഞത്? ഏയ്, മുമ്പ് നാഗേന്ദ്രൻ ഇവിടെ നിന്ന് എന്തൊക്കെയോ ഒരു സംശയത്തിന്റെ പേരിലാണല്ലോ ജലജപ്പച്ചി ചവിട്ടി പുറത്താക്കിയത്. ശരിക്കും അവരാണ് അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് അവരുടെ രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ അതിൽ അവർക്ക് കൊണ്ടു. അപ്പൊ അതിനർത്ഥം ഈ ജലജപ്പച്ചിക്ക് എന്തോ ഒരു അവിഹിതം ഉണ്ടായിരുന്നു. ഇനി വേറെ വല്ല പിള്ളേരുണ്ടായിരിക്കോ? ഏയ്, അങ്ങനെയൊക്കെ ഉണ്ടാവോടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ അറിയേണ്ടതല്ലേ? കുടുംബത്തിൽ ചിലപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും. ഇവർ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുന്നുണ്ട്. പോകുമ്പോൾ പറയും ഫ്രണ്ട്സ് ആയിട്ടുള്ള മീറ്റപ്പാണ്, അതാണ് ഇതാണെന്ന്. പോയി കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. മാസത്തിൽ ഒരു 2 പ്രാവശ്യങ്ങൾ അങ്ങനെ പോകും. ശരിക്കും ഇവർ പോണത് എവിടേക്കാണ്? ആദർശേട്ടാ, നമ്മളത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് താൻ പറഞ്ഞ ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അപ്പച്ചി ഇവിടെ നിന്ന് പുറത്തു പോകുന്ന ഓരോരോ നീക്കങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പറ്റുമെങ്കിൽ അപ്പച്ചിയുടെ ഫോണൊന്ന് ട്രാക്ക് ചെയ്യാം. അതാണെന്നുണ്ടെങ്കിൽ അപ്പച്ചി ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ. അത് ശരിയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടി, അങ്ങനത്തെ ഒരു മകനോ മകളോ അപ്പച്ചിക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നാഗേന്ദ്രൻ്റെയും ജലജപ്പച്ചിയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നീ പറഞ്ഞത് ശരിയാ നയനെ. നമുക്ക് ആ രീതിയിൽ തന്നെ അന്വേഷണം തുടങ്ങാം എന്ന് പറയണം. ഇനി നയനയുടെയും ആദർശിൻ്റെയും 2 കണ്ണുകളും ജലജയുടെ പിന്നിലായിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ജലജ പോകുന്നുണ്ടല്ലോ പുറത്തേക്കൊക്കെ. ഇനി അത് തന്നെ 3ാമത്തെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലോ? അതെ, ഇനി അങ്ങനത്തെ ഒരു കഥാപാത്രം വരാൻ സമയമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ജലജയുടെ അവിഹിത കഥയാണ് ഇനി പുറത്തു വരാൻ വേണ്ടി പോണ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിഹിതം ഉണ്ടായിരുന്നത് ജലജക്കാണ്. പക്ഷെ ജലജ അത് ഇട്ട് വെച്ചത് നാഗേന്ദ്ര തലയിൽ ഇട്ട് വെച്ച് നാഗേന്ദ്രനെയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. അപ്പൊ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത ജലജ നല്ലവളുമായിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. ജലജയുടെ കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ജലജനെ ചവിട്ടി പുറത്താക്കും, ഒരു സംശയമില്ല, നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്ന്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.